ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എനിക്കും ഇക്കാക്കും മക്കൾക്കൊക്കെ സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് മുറ്റടിച്ച വാരലൊക്കെ തുടങ്ങി. നമ്മുടെ സ്വത്തുമണികളൊക്കെ മദ്രസയിലൊക്കെ പോയിട്ടോ. അങ്ങനെ മുറ്റം അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള ഗാഗ് ഫ്രൂട്ട് തോട്ടം ഒന്ന് പോയി നോക്കിയിട്ടോ. കുറച്ച് ദിവസമായിരുന്നു പോയി നോക്കിയിട്ട്. അപ്പോൾ പഴുത്തുക്കണോ എന്തോന്നറിയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കയറി നോക്കിയതായിരുന്നു. അപ്പോൾ കുറേ എണ്ണം പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചെണ്ണം നമുക്ക് ഇപ്രാവശ്യം ഓർഡർ വന്നിട്ടുണ്ട്. ഈ പഴം ജ്യൂസ് അടിക്കാനായിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇതെങ്ങനെ ജ്യൂസ് അടിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇതിന് മുമ്പേ നമ്മൾ ഷിബിലി മോന് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണേ. അങ്ങനെ ഏകദേശം പഴുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പെൺപുഴു ഉണ്ടായിരുന്നു. അപ്പോൾ പെൺപുഴുവിനൊക്കെ ഒന്ന് പരാഗണം ചെയ്ത് ഞാൻ താഴേക്ക് ഇറങ്ങി. പിന്നെ അടുക്കളയിലേക്ക് വന്ന് ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിച്ചൊരു തുടക്കമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഷിബിലി മോനെ വീട്ടിലുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോസൊന്നും അടുക്കള പണി എടുക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം മുറ്റത്ത് കുറച്ച് പണികളുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഇത് ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന മീനാണ് കേട്ടോ. ഇത് ഷിബിലി മോനക്ക് വളർത്തണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. കണ്ണനും പിന്നെ കടുവാണ്. അങ്ങനെ തുടക്കലും അടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തൊക്കെ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചാമ്പമരത്തിൽ ഒരുപാട് ചാമ്പ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു. ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ ബാക്കിലായിട്ട് ഒരുപാട് മാങ്ങാറിഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരുപാടായി ഇങ്ങനെ പറിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഷിബിലി മോൻ എപ്പോഴും പറയും ഞാൻ ഉണ്ടാകുമ്പോൾ പറിച്ചാൽ മതി എന്ന് പറയട്ടെ. അങ്ങനെ അവനക്ക് ലീവല്ലേ എന്ന് വെച്ചിട്ട് പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് കഴിയട്ടെ എന്നിട്ട് പറിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ അടുത്ത് ഒരുപാട് ഓമക്കായ തൈകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൊണ്ട് വലുതാവട്ടെ, അതിന് ശേഷം പറിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരുപാട് വലിപ്പം വെച്ചു, പറിച്ച് വെക്കേണ്ട പ്രായമായിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുത്തു ആദ്യം. അങ്ങനെ മണ്ണിളക്കി നോക്കിയപ്പോൾ കുറേശ്ശൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഇത് 2-3 വർഷമായിട്ട് ഇങ്ങനെ കിടക്കണ്. അപ്പോൾ ഞാനത് പറിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പറിച്ച് നോക്കിയപ്പോഴാണ് എന്നുണ്ടെങ്കിൽ ഒരുപാടെണ്ണം കേടന്ന് പോയിട്ടുണ്ട് കേട്ടോ. പറിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ വിത്തും കിട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേറെ മാറ്റി വെച്ചോ. പിന്നെ ആ മണ്ണിൽ തന്നെ മണ്ണൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിക്കാണ്ട് പിന്നെ ആ വിത്ത് അതിൽ തന്നെ നട്ടുട്ടാ. അങ്ങനെ കുറച്ചൊക്കെ കിട്ടിയിട്ടാ. പിന്നെ അത് അച്ചാറിടണം, അതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫാമിലി വീടുകൾക്കൊക്കെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയില്ല, അതുപോലെ കുറേശ്ശെ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴേക്കും അത് നമ്മൾ ഷിബിലി മോന് മീനാക്കാൻ വേണ്ടിയിട്ട് ഡ്രമ്മ് കഴുകുകയാണേ. എനിക്ക് സ്കൂളില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി അവനക്ക് മുറ്റത്തുണ്ടാവും കേട്ടോ. അവൻ്റെ കൂടെ ഞാനും നിൽക്കേണ്ടി വരും. അപ്പോൾ മുറ്റത്ത് എന്തെങ്കിലും കാര്യമായിട്ട് പണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടുക്കള പണി ചെറുതായിട്ടൊക്കെ ഒന്ന് ഒപ്പിക്കൊള്ളൂ കേട്ടോ, ഭക്ഷണമൊക്കെ. അങ്ങനെ കണ്ണൻകുട്ടികളെ അവനെ ഡ്രമ്മിലിടുകയും ബാക്കി കടുവിനെ കിണറ്റിലിടുകയും ചെയ്തു കേട്ടോ. അപ്പോഴാണ് ഒരു കാക്ക വന്നിട്ട് നമ്മളെ അക്വേറിയത്തിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ മീനുകളും ഇങ്ങനെ കൊത്തുന്നത് കാണുക കേട്ടോ. അങ്ങനെ ഡ്രമ്മൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഡ്രമ്മിലേക്ക് മീനാക്കാൻ നിൽക്കാൻ ഷിബിലി മോനെ. ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും ഉച്ചയായിട്ടോ. പിന്നെ ഏതായാലും ഡ്രമ്മിലേക്കൊക്കെ വെള്ളമാക്കല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തൈകളൊക്കെ ഒന്ന് നനയ്ക്കാനേ. അപ്പോൾ തൈകളൊക്കെ ഒന്ന് നനയ്ക്കാനേ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായില്ലേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം, പിന്നെ ഇന്ന് മുത്തച്ഛൻ്റെ വീട്ടിലൊരു പരിപാടി ഉണ്ട്, രാത്രിയാണ്. അപ്പോൾ അതിന് പോകണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അവനോട് ചട്ടപ്പാട്ട് കഴിക്കാൻ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ചോറും മീനും പിന്നെ ചമ്മന്തിയാണ് കേട്ടോ ഉള്ളത്. ഇന്നപ്പോൾ ഞാനൊരു വെറൈറ്റി ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചു. ചമ്മന്തി മതിയെന്ന് വിചാരിച്ചു. കാരണം ഒരു നേരത്തിനല്ലേ, ഉച്ചയ്ക്കല്ലേ. പിന്നെയെന്ന് വെച്ചാൽ രാത്രിയൊക്കെ പിന്നെ മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു അടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.